സെലക്ട് ചെയ്ത് പറഞ്ഞാലല്ലേ അത് കൃത്യമായി ആ സംഘടനയ്ക്ക് നടപടി എടുക്കുവാനായിട്ട് കഴിയും. അല്ല, അത് അവര് എടുക്കണമല്ലോ. കാരണം എന്താന്ന് വെച്ചാല് ഈ പറയുന്ന വ്യക്തിക്കെതിരെ പരാതികൾ വരുന്നുണ്ട്, ഇതിനകത്ത് തന്നെ പരാതികൾ വരുന്നുണ്ട്. അതെ, പരാതികൾ വരുന്നുണ്ട്. പക്ഷെ അതിനകത്തു പോലും, അതായത് ആ പ്രസ്ഥാനത്തിലുള്ള നേതാക്കന്മാരുടെ ഭാര്യമാർക്കും പെൺമക്കൾക്കും വരെ ഇയാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. എന്നിട്ട് എന്തുകൊണ്ടാണ് സ്വന്തം ഭാര്യയും സ്വന്തം മകളെയും സംരക്ഷിക്കാൻ കഴിയാത്ത ഈ രാഷ്ട്രീയ നേതാക്കന്മാർ ഏത് സ്ത്രീയെ സംരക്ഷിക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ വരുമ്പോ ഇത്രയും അധികം ആളുകളെ പ്രതിനിധീകരിക്കുന്ന ഒരാളാണെന്ന് ഉള്ള ഒരു അഭ്യൂഹങ്ങളുണ്ട്. ഇത്രയും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളെയാണ് അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത്. അതെ, സ്ത്രീകൾ തന്നെയാണല്ലോ ഇതൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നതും. അതായത് റീൽസും ഇതൊക്കെ നോക്കിക്കൊണ്ട് ഒരാൾ തന്നെയാണല്ലേ അടുത്ത കാല ഉപതെരഞ്ഞെടുപ്പിലൂടെ ജയിച്ച. അങ്ങനെ ഞാൻ പറയുന്നില്ല, ഈ രീതിയിൽ വരുന്നതും ഒക്കെ സ്ത്രീകൾ തന്നെയാണല്ലോ. ശേഷം ആ പാർട്ടിയിൽപ്പെട്ട മുതിർന്ന നേതാക്കന്മാർ ആരെങ്കിലും ബന്ധപ്പെടുകയോ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് ഞാൻ ബന്ധപ്പെട്ടു, അതിന് പേര് പറയണ്ട, പാർട്ടിയും പറയണ്ട, അതിനെക്കുറിച്ച് ഞാൻ പറയാം. പ്രതിപക്ഷ നേതാവ് പിതാവിനെ പോലെയാണെന്ന് പറഞ്ഞു. പ്രതിപക്ഷ നേതാവിനോട് ഈ പ്രശ്നം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം കൂടെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഞാൻ പലരുടെ അടുത്തും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. കൂടെ ഉണ്ട് എന്നൊക്കെ ഉള്ള രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ അങ്ങനെയാ പറഞ്ഞേക്കുന്നത്. പ്രതിപക്ഷ നേതാവിനെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് താങ്കളുടെ എംഎൽഎ കൂടിയാണ്. ഞങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്, ഞങ്ങൾ അത്രയും സ്നേഹമുണ്ട്. അപ്പൊ എന്തായാലും കാണും. അത് ഈ വിഷയം അല്ലെങ്കിലും ആണെങ്കിലും. ഈ പേര് പറയുന്നതിനപ്പുറം ഈ സംഘടന നേതാക്കളെ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. അവരെയൊക്കെ കാണുമ്പോൾ സംസാരിക്കാം, അല്ലെങ്കിൽ സംഘടനയിൽ ആഭ്യന്തരമായിട്ട് പരാതി കൊടുക്കാം, പുറത്തു പറയുന്നില്ലെങ്കിൽ അതൊക്കെ നടന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരുടെ ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ? ഞാൻ വേണ്ടിയിടത്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞതിന് ഒരു നീക്കുപോക്കും ഇല്ലാതെ ആ വ്യക്തിയെ പല സ്ഥലങ്ങളിൽ എത്തിക്കുകയും പിന്നീടും പല സ്ത്രീകൾക്കും പല ദുരനുഭവങ്ങളും ഉണ്ടായതുകൊണ്ട് ഞാൻ ഇനിയും മൗനമായിട്ടിരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പ് തോന്നിയില്ല. അപ്പോൾ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ ആ വിഷയം, സ്ത്രീകളുടെ വിഷയങ്ങൾ പറഞ്ഞപ്പോൾ അത് പറഞ്ഞു. എല്ലായിടത്തും സ്ത്രീകൾ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഇങ്ങനെ ഒരു ഇതുണ്ടായപ്പോൾ ബ്ലോക്ക് ചെയ്തു, അതിനുശേഷം പിന്നെ എങ്ങനെയായിരുന്നു ആളുടെ ഭാഗത്തുള്ള ഒരു ഇത്? ഞാൻ ആക്ച്വലി ബ്ലോക്ക് ചെയ്തിട്ടില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ സുഹൃത്തായിട്ടാണ് കണ്ടിരുന്നത്, ഞാൻ ഫയർ ചെയ്യുകയാണ് ചെയ്തത്. പിന്നീട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല എന്നാ വിചാരിച്ചത്. പിന്നീട് അത് ഞാൻ ഉപദേശിച്ചു. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ചിന്തിച്ചത് ആ വ്യക്തി എന്നോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതല്ല, ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ ആകാമോ എന്നുള്ളതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. എന്റെ വിഷയം അതായിരുന്നു. അത് തന്നെയാണ് ഇപ്പോഴും എന്റെ വിഷയം. അല്ലാതെ വ്യക്തിപരമായിട്ട് എനിക്ക് ആ വ്യക്തിയോട് ഇത്തരത്തിലുള്ള മെസ്സേജുകൾ വന്നിട്ടുണ്ടോ ഈ പറഞ്ഞതിന് ശേഷം? തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, പ്രമാദമായ സ്ത്രീപീഡന കേസുകളിൽപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എന്ത് സംഭവിച്ചു എന്നാണ് എന്നോട് ചോദിച്ചത്. അതായത് അത് നമ്മുടെ സമൂഹം ചെയ്യുന്ന ഒരു തെറ്റും കൂടിയാണ്. ഇത്തരത്തിൽ ആരോപണ വിധേയരാകുന്ന വ്യക്തികളെ നമ്മൾ ജയിപ്പിച്ച് അവരെ ഭരണത്തിലേക്ക് കൊണ്ടുവരുവാണ്. അപ്പൊ യുവ നേതാക്കന്മാർക്ക്, കടന്നു വരുന്നവർക്ക് എനിക്ക് എന്തും ആവാം, എന്തും ചെയ്യുന്നതിന് ഞാൻ രാഷ്ട്രീയം തിരഞ്ഞെടുക്കാം എന്ന് ചിന്തിക്കുന്നുണ്ട്. അത് സമൂഹം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് ഞാൻ എന്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞത്, സ്ത്രീകൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം. സ്ത്രീപക്ഷ നേതാക്കന്മാരെയും അതുപോലെ തന്നെ സ്ത്രീകളെയും ജയിപ്പിക്കാൻ ശ്രമിക്കണം. അല്ലാതെ റീൽസോ എന്തെങ്കിലും ചിരിക്കുന്നതോ കളിക്കുന്നതോ കണ്ട് നിർത്തിയിട്ട് കാര്യമില്ല. അവർ യഥാർത്ഥത്തിൽ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം.